ബോബി കോടതിയോട് കളിക്കാൻ ശ്രമിക്കുകയാണ്. റിമാൻഡ് തടവുകാരുടെ കാര്യം നോക്കാൻ ഇവിടെ കോടതിയുണ്ട്. മാധ്യമ ശ്രദ്ധ കിട്ടാനായി ഇത്തരം പരിപാടികൾ ചെയ്താൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് കോടതിക്കറിയാം. 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനുള്ളിൽ വിചാരണ നടത്തിക്കും. അതിനും കോടതി മടിക്കില്ല. ഹൈക്കോടതി വടിയെടുത്തതോടെയാണ് ബോബി നാടകം അവസാനിപ്പിച്ച് മാപ്പും പറഞ്ഞ് തടിയൂരിയത്. ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മാത്രമല്ല, കോടതിയോടുള്ള വെല്ലുവിളിയും ഉണ്ടാകില്ലെന്നും ബോച്ചെ ഉറപ്പ് നൽകി. പിന്നാലെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനെത്തിയ ഫാൻസുകാരും സ്ഥലം വിട്ടു. രംഗം 1. ചൊവ്വാഴ്ച രാത്രി കോടതി ജാമ്യം അനുവദിച്ചിട്ടും രേഖകൾ ഹാജരാക്കി ജയിലിൽ നിന്നിറങ്ങാതെ ബോബി ചെമ്മണ്ണൂർ. ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാനാകാത്ത സഹതടവുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ജയിലിൽ തുടരുന്നതെന്ന സന്ദേശം ഫാൻസിനും PR ഏജൻസിക്കും നൽകുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ബോബിയെ വീരപുരുഷനാക്കി പ്രചാരണം. രംഗം 2. ബുധനാഴ്ച രാവിലെ ഹൈക്കോടതി ചേരുന്നു. ഇതിനോടകം വലിയ വാർത്തയായ ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽവാസത്തെക്കുറിച്ച് ആരായാൻ അഭിഭാഷകനെ വിളിപ്പിക്കുന്നു. അപകടം തിരിച്ചറിഞ്ഞ അഭിഭാഷക സംഘം മിനിറ്റുകൾക്കുള്ളിൽ രേഖകളുമായി ജയിലിലേക്ക്. കടലാസുകൾ ഹാജരാക്കി ബോബിയെ പുറത്തിറക്കുന്നു. രേഖകൾ കിട്ടാൻ താമസിച്ചതുകൊണ്ടാണ് വൈകിയതെന്ന് അഭിഭാഷകന്റെ വാദം. ഇന്നലെ നമുക്ക് കോടതിയുടെ നടപടിയെല്ലാം കഴിഞ്ഞ് ഉത്തരവ് കൈ കിട്ടി. നമ്മളത് ഇവിടേക്ക് വരുമ്പോഴത്തേനും അവരുടെ ഔദ്യോഗികമായ സമയം കഴിഞ്ഞു. പിന്നെ നമ്മൾ അനർഹമായ രീതിയിൽ ഇറങ്ങണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് ഇന്ന് കാലത്ത് തന്നെ 9 മണിക്ക് 9:15 നമ്മളിവിടെ ഓർഡർ എത്തിച്ചു. രംഗം 3. പുറത്തിറങ്ങിയ ബോബി തലേന്നത്തെ തിരക്കഥാവാചകം മാധ്യമങ്ങളോട് പറയുന്നു. ഇവിടെ കോടതി ലക്ഷ്യമല്ലല്ലോ, കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞത്. അല്ല, ബോച്ച ഇന്നലെ ഇറങ്ങാതിരുന്നല്ലേ? എന്ത് നാടകം? കുറച്ച് പേർക്ക് വൈഫില്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി വാവിട്ടുപോയ വാക്കിലെ അപകടം സഹായി ബോധ്യപ്പെടുത്തിയതോടെ കൂടുതലൊന്നും പറയാതെ നേരെ കാറിലേക്ക്. കോടതി മറുപടി നൽകാൻ നൽകിയ അവസാന സമയമായ 12 മണിക്ക് തന്നെ വാർത്താസമ്മേളനം പ്രഖ്യാപിച്ച് ബോബി ചെമ്മണ്ണൂർ. രംഗം 4. കളിച്ചാൽ ജാമ്യം റദ്ദാക്കാനും മടിക്കില്ലെന്ന് കോടതി ചെറുതായൊന്ന് വിരട്ടിയതോടെ വാർത്താസമ്മേളനം 4 മണിയിലേക്ക് മാറ്റി. രംഗം 5. ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാവില്ല. നിരുപാധികം മാപ്പ് പറയുന്നു. വാർത്താസമ്മേളനം മാറ്റിവെച്ചതായും ബോബി. എന്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരിക്കലും ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കാറില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ. പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ. 24 മണിക്കൂർ നീണ്ടുനിന്ന നാടകങ്ങൾക്ക് തൽക്കാലം വിട. പുറത്തിറക്കാനെത്തിയ ഫാൻസും അതുവഴി പോയി. ഇനി കാത്തിരിക്കാം പുതിയ നാടകമുണ്ടെങ്കിൽ അതിനായി.